വിഷയത്തിൽ നമ്മുടെ അയൽപക്കങ്ങളിലേക്കൊന്ന് കണ്ണോട്ടിലേക്ക് കൈമാറ്റം ചെയ്യേണ്ടത് നമുക്ക് ഇന്നലെ ചെയ്യേണ്ടത് ആ ആശയയാത്രയാണ് മാറ്റങ്ങളുണ്ടായി, മുറിവുകൾ ഉണങ്ങും. ക്ലൈമറ്റ് ചേഞ്ച് അതോറിറ്റി, വലിയ തമാശ നോക്കൂ, ക്ലൈമറ്റ് ചേഞ്ച് അതോറിറ്റി ആണ് പറയുന്നത് 100 മീറ്ററിൽ. അതിന് വേണ്ടി കൂടിയാണ് ഈ കേരള യാത്ര സംഘടിപ്പിക്കപ്പെടുന്നത്. പ്രിയപ്പെട്ടവരെ, മനുഷ്യന്റെ ഔദാര്യമല്ല, അത് മനുഷ്യന്റെ നിലനിൽപ്പിന്റെ താളം കൂടിയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. എങ്ങനെയാണ് മനുഷ്യർ ഒറ്റയ്ക്ക് നിൽക്കാൻ കഴിയുക? മനുഷ്യൻ ജനിക്കുന്ന നിമിഷം മുതൽ ഒപ്പം നിൽക്കാൻ ഒരു ഉമ്മയോ ശ്രീ MP രാജേഷ് അവരുടെ സാദരം ക്ഷണിക്കുന്നു. കേരള യാത്രയുടെ നായകൻ, ബഹുമാന്യനും സമാധാനീയ വേദിയിലുള്ള ബഹുമാന്യരായ മറ്റു നേതാക്കളെ, നിയമസഭയിലെ സഹപ്രവർത്തക നേതൃത്വത്തിൽ ഏൽപ്പിച്ചിട്ടുള്ള കേരള യാത്രയുടെ ഭാഗമായിട്ടുള്ള ഈ മഹാസമ്മേളനം എന്നെ ക്ഷണിച്ചത് ഒരു വലിയ അംഗീകാരമായി, ബഹുമതിയായി കണക്ക്. സന്ദേശം വളരെ ലളിതമാണ്, വളരെ ഋജുവാണ്, വളരെ മനോഹരമാണ്, വളരെ ആശയഗാംഭീര്യമുള്ളതാണ്. ഒരൊറ്റ വാക്കാണ്, മുദ്രാവാക്യം ഒരു ജാഥയ്ക്കും കണ്ടിട്ടില്ല എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. അതിൽ പിന്നെ ഒന്നും കൂട്ടേണ്ട കാര്യം എത്തിച്ചേരുന്ന മറ്റൊരു മുദ്രാവാക്യമില്ല. മനോഹരമായ മുദ്രാവാക്യം ആവിഷ്കരിച്ച കേരള മുസ്ലിം ജമാഅത്തിന്റെ നേതൃത്വത്തെ ഞാൻ ആദ്യമായി ഹൃദയം നിറഞ്ഞ് അഭിനന്ദിക്കുകയാണ്. മനുഷ്യൻ, എത്ര സുന്ദരമായ പദം എന്നാണ് ഗോർക്കി പറഞ്ഞത്. മനുഷ്യൻ എന്ന പദത്തെ പൂർണ്ണമായും ഈ കേരള യാത്രയുടെ മുദ്രാവാക്യമായി മാറുന്നു എന്നുള്ളത് അങ്ങേയറ്റം സന്തോഷകരമാണ് എന്ന് മാത്രമല്ല അർത്ഥവത്വമാണ്. കൊണ്ട് പറഞ്ഞത് നമ്പൂതിരിയെ മനുഷ്യനാക്കുക. കാറ്റുമഴയിടും കാറ്റുപോടിടും പാട്ടുപാടിടും രാവുകൾ, ഏടുമരവിലും ചൂടുമരുവിലും കൂടുകൂടും കിനാവുകൾ. സ്നേഹമന്ത്രമാവാൻ, മാനം ഭദ്രമാവാൻ, കുടിലതയില്ല, ചതിയില്ല, പരമിതരിയുകിൽ. കേരള യാത്ര സിന്ദാബാദ്, കേരള യാത്ര സിന്ദാബാദ്. മനുഷ്യർക്കൊപ്പം കൂട്ടാകാം, മനുഷ്യർക്കൊപ്പം കൂട്ടാകാം, മനുഷ്യർക്കൊപ്പം കൂട്ടാകാം, മനുഷ്യർക്കൊപ്പം കൂട്ടാകാം. Zindabad, 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 നിർത്തിയതും ആ ചരിത്രം മാറ്റിമറിച്ചാണ്. ലോകത്തിന് തന്നെ മാതൃകയായി വ്യത്യസ്ത മതങ്ങളും വ്യത്യസ്ത ജാതികളും ഏറെ വ്യത്യസ്തമായ ഭാഷകളുമുള്ള നമ്മുടെ രാജ്യം ഐക്യത്തോടുകൂടി രൂപപ്പെട്ട് പതിറ്റാണ്ട്
കഴിഞ്ഞ 100 കാലങ്ങളിലായി സമസ്ത നിർമ്മിച്ച ആദർശ വിശുദ്ധിയുടെ മനുഷ്യ സ്നേഹത്തിന്റെ സാന്ത്വനയിലേക്കാണ് ഈ ആശയവും ചെന്നു ചേരുന്നത്. നല്ല നാൾ മണ്ണിനായി കരുതും ചിരിവിരിയായി പെരുന്നാരു സ്നേഹത്തിന്റെ ചരിത്രം തുന്നിയ സ്നേഹത്തിന്റെ ചരിത്രം തുന്നിയ കേരള നാടിന്റെ അഭിമാനം ധോണിയാ ഒന്ന് ക്യാപ്ചർ ചെയ്യാൻ സമ്മതിക്കണേ, അല്ലെങ്കിൽ കിട്ടില്ല. എടുത്ത പണിയൊക്കെ വെറുതെ ആവും. സ്നേഹമന്ത്രമാവാൻ മാനം ഭദ്രമാവാൻ കുടിലതയില്ല ചതിയില്ല നന്മഴകായി വെൺമുകിലായി കേരള യാത്ര ഇതാ നന്മഴകായി വെൺമുകിലായി കേരള ചതിപകരുകളെ കൊതിച്ചിതലുകളെ സതുമതിലായിടുവാനേ നന്മഴകായി വെൺമുകിലായി വലിയ വിപ്ലവങ്ങൾ, വലിയ മുന്നേറ്റങ്ങൾ, വലിയ പുരോഗതികൾ അതെല്ലാം വ്യത്യസ്തങ്ങളായ ഈ പദ്ധതികൾക്ക് വേണ്ടി നമ്മൾ വിദ്യാഭ്യാസ രംഗത്ത് സംഘടന പുതിയ ചുമതലകൾ നൽകി. ഐഡിയൽ അസോസിയേഷൻ ഫോർ മൈനോറിറ്റി എഡ്യൂക്കേഷൻ IAM മുറയ്ക്കായി കൃത്യതയാർന്ന വിദ്യാഭ്യാസ പദ്ധതികൾ ആവിഷ്കരിക്കുന്നു. വിമൻസ് നമുക്ക് ചേർന്ന് നിൽക്കാം, ഒരു വെളിച്ചം തിരിതെളിയിച്ച് ഈ വിളക്കിന് കാന്തിയേറ്റാം. ഭക്ഷണ വിതരണം എന്ന വലിയ ആശ്വാസവും മെഡിക്കൽ കാർഡ് വിതരണവും സാന്ത്വന കേന്ദ്രങ്ങളുടെ തണലും അനേകം മനുഷ്യർക്ക് സമാധാന വഴിയായി. ആശയറ്റവർക്ക് അഭയമാകുന്ന പ്രസ്ഥാനത്തിനൊപ്പം നിൽക്കാം, ഈ യാത്രയുടെ ഭാഗമാകാം. നിർത്തിയ പ്രസ്ഥാനമാണിത്. ന്യൂനപക്ഷങ്ങളുടെയും പിന്നാക്കം നിൽക്കുന്ന മനുഷ്യരുടെയും അവകാശം മനുഷ്യരെ തൊട്ട ഒരു പ്രസ്ഥാനത്തിന്റെ പ്രവർത്തന വഴികൾ കാണാം. മനുഷ്യരെ തുടർന്ന് മനുഷ്യരെ ആശയങ്ങളുടെ മനോഹരമായ ആവിഷ്കാരമായ വിദ്യാഭ്യാസ സാന്ത്വന സേവന പദ്ധതികളിലൂടെ കേരളത്തിന് കൈമാറിയത് വലിയ ചരിത്രമാണ്. കൂടുതൽ മനുഷ്യരിലേക്ക് പടരുന്ന ഈ ആശയം സ്ലോല് പോയേ കുടുംബം, കുട്ടികൾ, സമൂഹം, നീതി, അവകാശങ്ങൾ തുടങ്ങിയ സാമൂഹിക ലക്ഷ്യങ്ങളുടെ സംരക്ഷണമായിരുന്നു നന്മയുള്ള സമൂഹത്തിനായി അത്യുന്നതം തീർത്ത ഉള്ളു കയറില്ലേ ആവട്ടെ. ായി ഇടപെടലുകൾ സംഘടിപ്പിക്കുന്ന ജുഡീഷ്യൽ സപ്പോർട്ടും
കക്ഷി ഇടപെടലുകൾക്കും നയരൂപീകരണങ്ങൾക്കുമുള്ള പൊളിറ്റിക്കൽ അവയർനെസ് സംവിധാനവും പ്രസ്ഥാനത്തെ സമൂഹത്തിൽ അടയാളപ്പെടുത്തി. മനുഷ്യർക്കിടയിലെ ഒരുമയും സ്നേഹ ഐക്യങ്ങളും ശക്തിപ്പെടുത്തുന്നതായി സമസ്തയുടെ ഓരോ രാഷ്ട്രീയ ചുവടും. ആ ചുവടുകളുടെ ഓരം ചേർന്ന് നടക്കാം ഈ യാത്രയുടെ ഭാഗമാണ്. കേരള യാത്ര സിന്ദാബാദ്, സിന്ദാബാദ്, സിന്ദാബാദ്. കേരള യാത്ര സിന്ദാബാദ്. കാമിലരാഗതമായി സുൽത്താനിതവരമായി സൗഹൃദ മോദി മഹാൻ കാവലരായി ഭവാൻ. കാമിലരാഗതമായി സുൽത്താനിതവരമായി സൗഹൃദ മോദി മഹാൻ കാവൽ പൊഴിച്ചാലും. കേരള യാത്ര സിന്ദാബാദ്, സിന്ദാബാദ്. കേരള യാത്ര സിന്ദാബാദ്. കാമിലരാഗതമായി സുൽത്താനിതവരമായി സൗഹൃദ മോദി മഹാൻ കാവലരായി ഭവാൻ. കാമിലരാഗതമായി സുൽത്താനിതവരമായി സൗഹൃദ മോദി മഹാൻ കാവലരായി ഭവാൻ. സുന്ദര സൗഹൃദ മന്ത്രമതോതും കാന്തപുരം കായം ബന്ധുര നൂതന ചിന്തകളുള്ളൊരു മധുരുസമാനവരെ. സുന്ദര സൗഹൃദ മന്ത്രമതോതും കാന്തപുരം താരം ബന്ധുര നൂതന ചിന്തകളുള്ളൊരു മധുരുസമാനവരെ. കാലം കനിഞ്ഞൊരു താരകങ്ങൾ, കാലം കനിഞ്ഞൊരു താരകങ്ങൾ വന്നിരുന്നാലും കാതൽ നിറഞ്ഞ കലാമുകൾ നിറയെ പൊഴിച്ചാലും. സിന്ദാബാദ്. ഏറ്റവും പ്രതീക്ഷാജനകമായിട്ടുള്ള കാര്യമാണ്. അപ്പം അതുകൊണ്ട് മനുഷ്യർക്കൊപ്പം എന്ന് പറഞ്ഞാൽ അതിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ഈ രാജ്യത്തെ ഒറ്റക്കെട്ടായി കാണാൻ എല്ലാ ഭരണകൂടങ്ങളും തയ്യാറാകണമെന്നുള്ളൊരു സൂചന അതിനകത്തുണ്ട്. ഇവിടെ ജാതിയും മതവും വേർതിരിച്ച് വർഗീയ നിലപാടുകളെ ഹനിക്കുന്ന തരത്തിൽ ഏത് ഭരണകൂടം പ്രവർത്തിച്ചാലും ഒരു ജനാധിപത്യ രാജ്യത്ത് അത് ഒരിക്കലും ദീർഘകാലം നീണ്ടു നിൽക്കില്ല. അതാണ് ജനാധിപത്യത്തിന്റെ മറ്റൊരു രൂപം. അപ്പോൾ يا من رفع راية السلام خير هنود. يا من رسم الإنسانية بقلوب هنود. يا من رفع راية السلام هنود. يا من عطى بالحكم، يا من زين عيون الناس بالهموم. കാലം കനിഞ്ഞൊരു താരകങ്ങൾ വന്നിരുന്നാലും കാതൽ നിറഞ്ഞ കലാമുകൾ നിറയെ പൊഴിച്ചാലും. സിന്ദാബാദ്, സിന്ദാബാദ്. കേരള യാത്ര സിന്ദാബാദ്. കേരള യാത്ര സിന്ദാബാദ്, സിന്ദാബാദ്, സിന്ദാബാദ്. കേരള യാത്ര സിന്ദാബാദ്. കാവിലരാഗതമായി സുൽത്താനിതവരമായി സൗഹൃദ മോദി മഹാൻ കാവലരായി ഭവാൻ. വിശാല സൗഹൃദ മന്ത്രണകാതിൽ കുളിർച്ചൊരിക്കുന്നു. വിസംവിതയ്ക്കും ചിന്തകളക്കിലും മടർത്തി മാറ്റുന്നു. വിശാല സൗഹൃദ മന്ത്രണകാതിൽ കുളിർച്ചൊരിക്കുന്നു. വിസംവിതയ്ക്കും ചിന്തകളക്കിലും മടർത്തി മാറ്റുന്നു. നമ്പൂതിരിയെ മനുഷ്യനാക്കേണ്ടത് ഇവിടെ നിന്ന് കുറച്ചുകൂടി ഏതാനും കിലോമീറ്ററുകൾ നിങ്ങളെ തകർക്കാൻ ഞങ്ങൾക്കൊരു കാരണവും. ക്രൈസ്തവനും വർഗീയവാദിയാവാൻ കഴിയില്ല. നിങ്ങളെ സൃഷ്ടിച്ച സൃഷ്ടാവ് ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നും ആണ് നിങ്ങളെ സൃഷ്ടിച്ചത് എന്ന് പറഞ്ഞാൽ ഈ ലോകത്തുള്ള 800 കോടി മനുഷ്യരും സഹോദരീ സഹോദരന്മാരാണെന്ന് പറയുന്ന ഖുർആൻ വചനം വിശ്വസിക്കുന്ന, താൻ വയറു നിറച്ചുണ്ടുമ്പോ അയൽവാസി പട്ടിണി കിടക്കുകയാണെങ്കിൽ അവൻ എത്ര നിസ്കരിച്ചാലും എത്ര ആരാധനാ കർമ്മങ്ങൾ ചെയ്താലും എന്റെ കൂട്ടത്തിൽ പെട്ടവനല്ല എന്ന് പ്രവാചകൻ പറഞ്ഞ വാക്കുകൾ, അങ്ങനെ അത് വിശ്വസിക്കുന്ന ഒരു മുസ്ലിമും ഉസ്താദും ഇവിടെ നൽകുന്നത്. അതുകൊണ്ട് സുൽത്താനുൽ ഉലമ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ, നമുക്ക് എല്ലാവർക്കും അറിയാം, ഓരോ കാലഘട്ടത്തിന്റെ ആ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ തുറന്നും ഉണ്ടാകണം എന്നുള്ളതാണ്. കാരണം സംഘർഷഭരിതമായിട്ടുള്ള ഒരു ലോക പശ്ചാത്തലത്തിലാണ്, ഒരു ദേശീയ പശ്ചാത്തലത്തിലാണ് നാം ജീവിക്കുന്നത്. ലോകമാകെ സംഘർഷഭരിതമായി കൊണ്ടിരിക്കുകയാണ്.
കഴിഞ്ഞ ദിവസമാണ് രാത്രി ഇരുളിന്റെ മറവിൽ ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യത്ത് കേരളത്തിലെ ചെറിയൊരു ഗ്രാമമായ കാന്തപുരത്ത് ഉണ്ടായിരുന്ന ഒരു പണ്ഡിത ശ്രേഷ്ഠൻ കേരളത്തിൻ്റെ എല്ലാ രാജ്യത്തിൻ്റെ എല്ലാ ലോകത്തിൻ്റെ അതിർത്തികൾ ഒക്കെ താണ്ടി ലോകം മുഴുവൻ അധ്യക്ഷനുമായ കൊമ്പം ഉസ്താദ് അവറുകളാണ് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം. 1000-ലധികം സ്ഥാപനങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെയുള്ള വിദ്യാർത്ഥികളുടെ എണ്ണം വ്യത്യസ്തമാണ്. 100 മുതൽ 1000 വരെ ഉണ്ടാവും. ബുൾഡോസർ ഉരുണ്ടു വരുന്ന ബുൾഡോസറിന്റെ മുമ്പിൽ കൈ ഉയർത്തി ഒരാൾ നിന്ന് തടയുന്നത് അവരുടെ പേര് ബൃന്ദ കാരാട്ട് എന്നാണ്. ഡൽഹിയിൽ കണ്ടു കാണും ആ ചിത്രം. ഇന്ത്യ മറക്കാത്തൊരു ചിത്രമാണത്. ആ ബുൾഡോസർ പ്രയോഗത്തിന്റെ തുടക്കം അടിയന്തരാവസ്ഥയുടെ കാലത്താണ്. ഡൽഹിയിലെ പ്രതിപക്ഷ ശബ്ദങ്ങൾ ശക്തമായി പോകുന്നു. ഇതാണ് ഡൽഹിയിൽ ഒരാൾ അതിനാണ് ഖുർആൻ കുടുംബജീവിതം ആശ്വാസം അതാണല്ലോ ലഹരിയുടെ താൽക്കാലിക ഗുണം കാണുന്നത്. ഇസ്ലാം മതം സ്വീകരിക്കാൻ തയ്യാറല്ല. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് മാന്യമായ ഭക്ഷണം കൊടുക്കാൻ വീട്ടുകാരോടക്കം ഏൽപ്പിച്ചു. കാരണം അദ്ദേഹം ഒരു പ്രദേശത്തിന്റെ ഒരു നാട്ടിന്റെ നേതാവാണ്. ഓരോരുത്തർക്കും അർഹമായ സ്ഥാനം കൊടുക്കണം എന്നത് അത് മതമേതായാലും വിശ്വാസമേതായാലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മാനവികതയാണ്. അങ്ങനെ അദ്ദേഹം അവിടെ നല്ല പാലൊക്കെ കുടിച്ച് അവിടെ തന്നെ നിൽക്കുന്നു. പിറ്റേ ദിവസവും അദ്ദേഹത്തോട് അതേ ചോദ്യം ചോദിച്ചപ്പോൾ അദ്ദേഹം അത് രാജ്യസുരക്ഷയ്ക്ക് വേണ്ടിയാണ്, ജനങ്ങളുടെ സുരക്ഷിത. നമുക്ക് പ്രതിഷേധമല്ല ഉണ്ടാകേണ്ടത്, സന്തോഷമാണ് ഉണ്ടാകേണ്ടത്. ഡ്യൂട്ടി എടുക്കുന്ന പോലീസുകാരാണ് അവർ. അവർക്ക് സമ്മാനമാണ് നൽകേണ്ടത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് എന്തുദ്ദേശിക്കുന്നു എന്ന് കാണാൻ പോയ കാലങ്ങളിൽ എന്തെല്ലാം ചെയ്തു എന്നതിന്റെ ദൃശ്യ ആവിഷ്കാരമാണ് ഇവിടെ ഈ വാളിൽ പ്രത്യക്ഷപ്പെടാൻ പോകുന്നത്. അതിനുശേഷം അല്ലെങ്കിൽ അതിനോടൊപ്പം പ്രാദേശിക തലങ്ങളിൽ